ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന് മുതിർന്ന നേതാവും BJP ഭരിക്കുന്ന നഗരസഭയിലെ കൗൺസിലറുമായ N. ശിവരാജൻ. ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാക്കണമെന്നും ഭാരതാംബ ഭാരതമാതാവാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരും ഉപയോഗിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നില്ലായിരുന്നു. ഇതിലെ ആ മന്ത്രിസഭ മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ആ ഒരു ബില്ല് പാർലമെന്റിൽ വന്നില്ല. അതുപോലെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസോ NCPയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം. ഭാരതാംബ വിവാദത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികരണത്തിനിടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചും ശിവരാജൻ. ശിവൻകുട്ടിയല്ല ശവൻകുട്ടിയെന്നാണ് അധിക്ഷേപം. ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണം. കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ. ഇന്ത്യൻ ചരിത്രം അറിയാത്ത സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നും ശിവരാജൻ പറഞ്ഞു. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി പാടില്ല. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കണം. കാരണം അത് മുതലെടുപ്പാണ്. കോൺഗ്രസ് മുതലെടുപ്പാണ്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയും, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയും, പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയും. എന്ത് ചരിത്രം? ഇവർക്ക് എന്തെങ്കിലും ചരിത്രം അറിയും. എന്തിനാണ് ഈ കൊടി ഉപയോഗിക്കുന്നത്? അത് ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കുന്നത്. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.